സംഖ്യ 15-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയണം, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങളുടെ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയും സ്വാഭീഷ്ട കാഴ്ചയിലോ നിങ്ങളുടെ സമാഗമവേളകളിലോ നേർച്ച നിറവേറ്റാൻ കന്നുകാലികളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ഹോമയാഗമായോ ബലിയായോ കർത്താവിന് സുരഭില പരിമളമാക്കാൻ നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തുകയും ചെയ്യുമ്പോൾ സമർപ്പകൻ കർത്താവിനുള്ള തൻ്റെ കാണിക്ക 4-1 ഹിൻ എണ്ണ ചേർത്ത ഒരു ഇസറോൺ നേരിയ മാവ് ധാന്യയാഗമായി കൊണ്ടുവരണം. ഹോമയാഗത്തിന്മേൽ അല്ലെങ്കിൽ ബലിയോട് ചേർത്ത് പാനീയാർപ്പണമായി ചെമ്മരിയാടൊന്നിന് 4-1 ഹിൻ വീഞ്ഞ് നീ അർപ്പിക്കുകയും വേണം. കോലാട്ടിൻ മുട്ടനാണെങ്കിൽ ധാന്യയാഗമായി 2 ഇസറോൻ നേരിയ മാവ് 3-1 ഹിൻ എണ്ണ ചേർത്ത് നീ അർപ്പിക്കണം. പാനീയാർപ്പണത്തിനായി 3-1 ഹിൻ വീഞ്ഞും കർത്താവിനുള്ള സുരഭില പരിമളമായി അർപ്പിക്കണം. കർത്താവിനുള്ള നേർച്ചയോ സമാധാനയാഗമോ നിറവേറ്റാൻ കന്നുകുട്ടിയെയാണ് ഹോമയാഗമായോ ബലിയായോ നീ ഒരുക്കുന്നതെങ്കിൽ കന്നുകുട്ടിക്കൊപ്പം 1/2 ഹിൻ എണ്ണ ചേർത്ത 3 ഇസറോൻ നേരിയ മാവ് ധാന്യയാഗമായി നീ അർപ്പിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി 1/2 ഹിൻ വീഞ്ഞ് പാനീയബലിയായും അർപ്പിക്കണം. ഒരു കാളയ്ക്കോ ഒരു മുട്ടാടിനോ ചെമ്മരിയാടുകളിലെയോ കോലാടുകളിലെയോ കുട്ടിക്കോ വേണ്ടി ചെയ്യേണ്ടതും ഇപ്രകാരം തന്നെ. നിങ്ങൾ അർപ്പിക്കുന്ന എണ്ണമനുസരിച്ച് അവയുടെ കണക്ക് പ്രകാരം ഓരോന്നിനും വേണ്ടി ഇങ്ങനെ ചെയ്യണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നടത്തുന്നതിന് ഓരോ തദ്ദേശവാസിയും ഇവ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ കൂടെ തത്കാലം വസിക്കുന്ന പ്രവാസിയോ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ തലമുറകളോട് ചേർന്നുള്ളവനോ ഉണ്ടായിരിക്കുകയും അവൻ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നടത്തുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം. സമൂഹമെന്ന നിലയിൽ നിങ്ങൾക്കും തത്കാലവാസിയായ പ്രവാസിക്കും ചട്ടം ഒന്നു തന്നെ. തലമുറകളോളം ഇത് നിങ്ങൾക്ക് ശാശ്വത ചട്ടമായിരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് പ്രവാസിയും. നിങ്ങൾക്കും നിങ്ങളോടുകൂടെ തത്കാലവാസിയായ പ്രവാസിക്കും ഒരേ നിയമവും ഒരേ ന്യായപ്രമാണവും ആയിരിക്കണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിക്കുക, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന നാട്ടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് ആ നാടിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ കർത്താവിന് നിങ്ങൾ കാണിക്ക അർപ്പിക്കണം. നിങ്ങളുടെ ആദ്യ ധാന്യനുറുക്കുകളാണ് അടയായി കാണിക്ക അർപ്പിക്കേണ്ടത്. മെതിക്കളത്തിൻ്റെ കാണിക്ക എങ്ങനെയോ അതുപോലെ നിങ്ങൾ അത് കാഴ്ചവെക്കണം. നിങ്ങളുടെ ആദ്യ ധാന്യനുറുക്കുകളിൽ നിന്ന് തലമുറ തോറും കർത്താവിന് നിങ്ങൾ കാണിക്ക നൽകണം. നിങ്ങൾ അശ്രദ്ധരാവുകയും കർത്താവ് മോശയോട് നിർദ്ദേശിച്ച ഈ കൽപ്പനകളെല്ലാം നിവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മോശ വഴി നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിക്കുന്ന ഇന്നു മുതൽ മുമ്പോട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. അത് സമൂഹത്തിൻ്റെ ദൃഷ്ടികളിൽപ്പെടാതെ അബദ്ധവശാൽ ചെയ്യപ്പെട്ടതാണെങ്കിൽ സമൂഹം മുഴുവനും കൂടി ഒരു മുരിക്കിടാവിനെ അതിൻ്റെ വിധിപ്രകാരമുള്ള ധാന്യയാഗത്തോടും പാനീയയാഗത്തോടും കൂടെ കർത്താവിനുള്ള സുരഭില പരിമളത്തിനായി ഹോമയാഗമായും ഒരു മുട്ടാടിനെ പാപമുക്തിയാഗമായും സമർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേല്യ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരമനുഷ്ഠിക്കണം. അപ്പോൾ അത് അവരോട് ക്ഷമിക്കപ്പെടും. കാരണം അത് ഒരു അബദ്ധമായിരുന്നു. തങ്ങളുടെ അബദ്ധത്തെ പ്രതി അവർ തന്നെ തങ്ങളുടെ കാണിക്കയായി കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണവും കർത്തൃസന്നിധിയിൽ പാപമുക്തിയാഗവും കൊണ്ടുവരികയും ചെയ്തല്ലോ. ഇസ്രായേല്യ സമൂഹം മുഴുവനോടും അവരുടെ ഇടയിലെ തത്കാലവാസിയായ പ്രവാസിയോടും ക്ഷമിക്കപ്പെടും. അബദ്ധത്തിൽ പെടുകയെന്നത് ഏതു ജനത്തിനും സംഭവിക്കാമല്ലോ. ഒരു വ്യക്തി അബദ്ധത്തിൽ പാപം ചെയ്താൽ പാപമുക്തിയാഗത്തിനായി 1 വയസ്സുള്ള പെണ്ണാടിനെ അവൻ കാഴ്ചവെക്കണം. കർത്തൃസന്നിധിയിൽ അശ്രദ്ധയാലുള്ള പാപം വഴി അബദ്ധം പറ്റുന്ന വ്യക്തിയെ പ്രതി പരിഹാരം ചെയ്യുന്നതിനായി പുരോഹിതൻ അവനു വേണ്ടി പരിഹാരയാഗം അർപ്പിക്കണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. അബദ്ധത്തിൽ തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ച് ഇസ്രായേല്യരിലെ തദ്ദേശവാസിക്കും അവരുടെ ഇടയിലെ തത്കാലവാസിയായ പ്രവാസിക്കും ഒരേ നിയമമായിരിക്കണം. എന്നാൽ സ്വദേശിയിൽ നിന്നായാലും
പ്രവാസിയിൽ നിന്നായാലും ധിക്കാരപൂർവം വർത്തിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ തന്നെയാണ് അധിക്ഷേപിക്കുന്നത്. ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അവൻ കർത്തൃവചനം നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തിരിക്കുകയാൽ ആ വ്യക്തി തീർച്ചയായും വിച്ഛേദിക്കപ്പെടണം. അവൻ്റെ കുറ്റം അവനിൽ തന്നെയായിരിക്കും. ഇസ്രായേല്യർ മരുഭൂമിയിലായിരുന്നപ്പോൾ സാബത്തുനാളിൽ വിറകുകൾ ശേഖരിക്കുന്ന ഒരാളെ അവർ കണ്ടെത്തി. വിറകുകൾ ശേഖരിക്കുന്നതായി അവനെ കണ്ടെത്തിയവർ മോശയുടെയും അഹ്റോൻ്റെയും സമൂഹം മുഴുവൻ്റെയും പക്കൽ അവനെ കൊണ്ടുവന്നു. അവനോട് എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വിട്ടു. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അയാൾ തീർച്ചയായും വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തുവച്ച് സമൂഹമൊന്നാകെ അവനെ കല്ലെറിയണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമൂഹം മുഴുവൻ അവനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ പ്രസ്താവിച്ചു പറയുക, അവർ തങ്ങളുടെ തലമുറകൾ തോറും വസ്ത്രങ്ങളുടെ വിളുമ്പുകളിൽ തൊങ്ങൽ പിടിപ്പിക്കണം. വിളുമ്പിൻ്റെ തൊങ്ങലിൽ നീല നാടകൾ കെട്ടണം. അത് നിങ്ങൾക്ക് തൊങ്ങലായി ഉണ്ടായിരിക്കുകയും നിങ്ങൾ അത് കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വ്യതിചലിച്ചു പിഞ്ചെല്ലുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പിന്നാലെയും കണ്ണുകളുടെ പിന്നാലെയും തേടി അലയാതെ കർത്തൃകൽപ്പനകളെല്ലാം ഓർത്ത് അവ നിങ്ങൾ അനുഷ്ഠിക്കും. തദ്ഫലമായി നിങ്ങൾ എൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് അനുഷ്ഠിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കും. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്.